ഹലോ, വെൽക്കം ടു റീഡാസ് ഫുഡ് കോർട്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിക്കൻ റോൾസും ചിക്കൻ റാപ്പേഴ്സും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട നന്ദൂട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം നന്ദൂട്ടിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട്, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ചിക്കൻ ഡാഗ്വുഡ് കേക്ക്, ഒരു സ്പെഷ്യൽ കേക്കാണ്, എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. നന്ദൂട്ടി, മെനി 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 മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മൈ ഡിയർ. നന്ദൂട്ടി, നീ കേക്ക് ഉണ്ടാക്കണം, വീഡിയോ ഒക്കെ അയച്ചു തരണം, ഫോട്ടോ ഒക്കെ അയച്ചു തരണം. മെനി 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 മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഗോഡ് ബ്ലെസ് യു, ലവ് യു ലോട്ട്. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ചിക്കൻ ഡാഗ്വുഡ് കേക്ക്. വളരെ ഈസിയാണ്, ഓവനൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. അതിന് ഇൻഗ്രീഡിയൻസ് വേണം, 3 ടൈപ്പ് ഫില്ലിങ് വേണം. ചിക്കൻ ഫില്ലിംഗ്, എഗ് ഫില്ലിംഗ് ആൻഡ് വെജിറ്റബിൾ ഫില്ലിംഗ്. അപ്പോൾ ആദ്യം നമുക്ക് ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കാം. ഷ്രെഡഡ് ചിക്കൻ എടുത്തിട്ടുണ്ട്, 1.5 കപ്പ്. കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചത്, പിന്നെ ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഗ്രീൻ, ക്യാപ്സിക്കം റെഡ്, ഒരു 3 എഗ്ഗ് പുഴുങ്ങി പൊടിച്ചു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, കാശ്മീരി ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ, പെപ്പർ പൗഡർ, ഉപ്പ്, റെഡ് ചില്ലി സോസ്, മയോണൈസ് വേണം. ഇതുകൂടാതെ നമുക്ക് 16 സ്ലൈസ് ബ്രെഡ് വേണം, 1 കപ്പ് ക്രീം ചീസ് വേണം, 1/2 കപ്പ് ഫ്രഷ് ക്രീമും വേണം. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് വെജിറ്റബിൾസ്, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം കുറേശ്ശെ എല്ലാത്തിലും ഇടേണ്ടതാണ്. പിന്നെ ഉപ്പ്, പാകത്തിന് കുരുമുളക്, അവരുടെ രുചിക്കനുസരിച്ച് സോസ്, ചില്ലി ഫ്ലേക്സ്, 1/4 കപ്പ് മയോണൈസ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കാം. ഇനി ചിക്കൻ ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. ചിക്കൻ ഫില്ലിങ്ങിന് ഷ്രെഡഡ് ചിക്കൻ, പൊട്ടാറ്റോ, ചില്ലി സോസ്, മയോണൈസ്, പെപ്പർ പൗഡർ, ഉപ്പ്, ക്യാപ്സിക്കം, എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി എഗ് ഫില്ലിംഗ് റെഡിയാക്കാം. ബോയിൽഡ് എഗ്ഗ് പൊടിച്ചത്, പച്ചമുളക് അരിഞ്ഞത്, ക്യാപ്സിക്കം, പെപ്പർ പൗഡർ, ഉപ്പ്, ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് 16 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാം. ആദ്യം നമുക്ക് 4 പീസ് ബ്രെഡ് നിരത്തി വെക്കാം. അതിൻ്റെ മീതെ നമുക്ക് ക്രീം ചീസിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് ക്രീം ചീസാണ്. ഇതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അതും കൂടി കാണുക. ഇതിൻ്റെ മീതെ നമുക്ക് ചിക്കൻ ഫില്ലിംഗ് വെച്ച് കൊടുത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ അടുത്ത 4 പീസ് ബ്രെഡ് നിരത്തി വെക്കുക. അതിൻ്റെ മീതെ നമുക്ക് സോസ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ചില്ലി സോസ് തന്നെയാണ്. അതിൻ്റെ മീതെ നമുക്ക് വെജിറ്റബിൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം, നന്നായി സ്പ്രെഡ് ചെയ്യാം. ഇനി അടുത്ത 4 പീസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മീതെ സോസ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം, എഗ് ഫില്ലിംഗ് വെച്ച് കൊടുത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ അടുത്ത 4 പീസ് വെച്ച് കൊടുക്കാം ബ്രെഡ്. ഓരോ ബ്രെഡ് പീസ് വെക്കുമ്പോൾ കൈവച്ച് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ക്രീം ചീസും
ഫ്രഷ് ക്രീമും കൂടി മിക്സ് ചെയ്തതാണ് ഫ്രോസ്റ്റിങ്ങിന്. ഇത് നമുക്ക് നന്നായി ഫ്രോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് പുറത്തെടുത്തതിന് ശേഷം വെജിറ്റബിൾ കൊണ്ട് ഡിസൈൻ ചെയ്തെടുക്കാം. ചീസ് കൊണ്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം മാത്രം വെജിറ്റബിൾ കൊണ്ട് ഡിസൈൻ ചെയ്യുക. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്യാരറ്റും കുക്കുംബറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് കേക്ക്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ രുചികരമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.